ഓം നമ ശിവായ. ഇന്ന് 2026 ജനുവരി 12 പകൽ സമയത്ത് ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ ഗ്രഹനിലയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം പകൽ സമയം മാത്രമേ എഴുതിയിട്ടുള്ളൂ. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ. ഇത് തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ഈ 4 ജില്ലകളിലും ഏറെക്കുറെ ഇതുപോലെയായിരിക്കും ഗ്രഹനില വരുന്നത്. അതാത് സ്ഥലത്തെ പ്രാദേശിക സമയം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും, പക്ഷെ ഗ്രഹനില ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ രാവിലെ 4:55 മുതൽ 7:03 വരെ ജനിക്കുന്ന കുട്ടികളുടെ ഗ്രഹനില ഇങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, മകരരാശി ഒന്നുമില്ല, ശുദ്ധമാണ്. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി, മേടം ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിൽ ഇത് പകൽ സമയത്ത് ഇടവമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് സൂര്യോദയം 6:17 അപ്പോൾ 6:17 ശേഷം ജനിക്കുന്ന കുട്ടികളുടെ ജാതകത്തില് ഗുളികൻ ഇവിടെയായിരിക്കും. മീനത്തിൽ ഗുരു, കർക്കിടകത്തിലൊന്നുമില്ല, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, തുലാത്തിൽ ചന്ദ്രൻ, വൃശ്ചികത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇന്ന് ചോതി നക്ഷത്രമാണ്. അപ്പൊ ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ ജന്മനക്ഷത്രം ചോതിയായിരിക്കും. ഇന്ന് രാത്രി വരെ ചോതിയുണ്ട്. പകൽ ജനിക്കുന്ന കുട്ടികളെല്ലാവരും ഇന്ന് ചോതി നക്ഷത്രത്തിലാണ് ജനിക്കുക. 6:17 മുതൽ 7:03 ഉള്ളിലാണ് ജനിക്കുന്നതെങ്കിൽ കുട്ടികളുടെ ജാതകത്തിലെ ലഗ്നം മാത്രമേ ഇന്ന് മാറുന്നുള്ളൂ. അത് ഞാനിവിടെ ചുവന്ന അക്ഷരത്തിൽ എഴുതാം. ധനു ലഗ്നത്തിലായിരിക്കും അവർ ജനിക്കുന്നുണ്ടാവുക കുട്ടികൾ. അതായത് 6:17 മുതൽ 7:03 വരെ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ജനിക്കുന്ന കുട്ടികളുടെ ഗ്രഹസ്ഥിതി ഇങ്ങനെയായിരിക്കും. അവർ ചോതി നക്ഷത്രത്തിലായിരിക്കും, ധനു ലഗ്നത്തിലായിരിക്കും ജനിക്കുന്നുണ്ടാവുക. ഇത് വേണ്ടവർ ഈ ഗ്രഹനില കോപ്പി ചെയ്ത് വെച്ചോളൂ, ഇല്ലെങ്കിൽ വരച്ചു വെച്ചോളൂ. ഇനി പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു ജ്യോത്സ്യരെ കാണേണ്ട ആവശ്യം ഇല്ല. പിന്നെ വിശദമായിട്ട് നവാംശവും ഇതെല്ലാം ഓരോ മിനിറ്റിലും മാറുന്നതനുസരിച്ച് അത് പിന്നീട് നമുക്ക് നോക്കാം. ഗ്രഹനില മാത്രം എഴുതി വെച്ചോളൂ. ഓക്കെ. ഈ സാധാരണ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ലഗ്നവും ജന്മനക്ഷത്രം 7:03 മുതൽ 8:57 വരെ ജനിക്കുന്ന കുട്ടികളുടെ ഗ്രഹനില ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അവരുടെ ലഗ്നം മകര ലഗ്നമായിരിക്കും. 8:57 ഈ സമയം നോട്ട് ചെയ്ത് വെക്കണം. 7:03 മുതൽ 8:57 ഉള്ളിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ മകര ലഗ്നമായിരിക്കും. ബാക്കി ഗ്രഹസ്ഥിതികളെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് ചൊവ്വ. ഇനി ഈ സമയം മാറി എന്ന് വിചാരിക്കാം. 8:57 മുതൽ 10:40 വരെ 10:40 ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ 8:57 മുതൽ 10:40 വരെയാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ കുംഭലഗ്നത്തിലായിരിക്കും ജനിക്കുക. ലഗ്നം കുംഭമായിരിക്കും. ഇവിടെ ആയിരിക്കും ല എന്ന അക്ഷരം കാണുന്നത്. ഓക്കെ. ബാക്കി എല്ലാ ഗ്രഹസ്ഥിതിയും ഇതുപോലെ തന്നെയായിരിക്കും. ഇനി 10:40 മുതൽ 12:22 വരെ, ഇത് PM ആയി, 12:22 PM വരെ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, 10:40 മുതൽ 12:22 വരെ ജനിക്കുന്ന കുട്ടികൾ
മീന ലഗ്നത്തിലായിരിക്കും. ല എന്ന അക്ഷരം ഇവിടെയാണ് എഴുതേണ്ടത്. ചോതി നക്ഷത്രം തന്നെയായിരിക്കും. ഇന്ന് നക്ഷത്രത്തിന് മാറ്റമൊന്നുമില്ല. ഇന്ന് പകല് ജനിക്കുന്ന എല്ലാ കുട്ടികളും ചോതി നക്ഷത്രത്തിലായിരിക്കും ജനിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഉച്ചവരെയുള്ള സമയം, സൂര്യോദയം മുതൽ ഉച്ചവരെയുള്ള കുട്ടികളുടെ ഗ്രഹനില, ഈ 4 ജില്ലയിലുള്ള കുട്ടികളുടെ ഗ്രഹനില നമ്മൾ കണ്ടു. ഏറെക്കുറെ ഇത് തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവുക. എങ്കിലും പ്രാദേശികമായ സമയമനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് മറ്റു ജില്ലകൾ എഴുതാത്തത്. അത് പിന്നീട് എഴുതി ഞാൻ കാണിച്ചു തരാം. ഇനി 12:22 മുതൽ 12:22 PM, ഉച്ചയ്ക്ക് 12:22 മുതൽ 2:11 വരെയാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഈ സമയം ഇത് മേടലഗ്നമാണ്. ഈ സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ഇതേ ഗ്രഹനില തന്നെ വരയ്ക്കുക. ഈ ബ്ലാക്ക് കൊണ്ട് എഴുതിയത് ലഗ്നം എന്നുള്ളത് ഈ കള്ളിയിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയായി. ഇതിന് ശേഷം 12:22 മുതൽ 2:11 വരെയാണ് നമ്മൾ എഴുതിയത്. ഇനി 2:11 മുതൽ 2:11 PM മുതൽ 4:14 വരെ, ഏകദേശം 2 മണിക്കൂർ സമയമുണ്ട്. 4:14 വരെ ജനിക്കുന്ന കുട്ടികൾ, 2:11 മുതൽ 4:14 വരെ ജനിക്കുന്ന കുട്ടികൾ ലഗ്നത്തിൽ ഇടവ ലഗ്നമാണ്. ശ്രദ്ധിക്കാനുള്ളത്, ഈ കുട്ടികൾക്ക് ലഗ്നത്തിൽ ഗുളികൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെതായ പരിഹാരങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ജ്യോത്സ്യരെടുത്ത് പോവാം. എന്നിട്ട് അതിന് എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അത്രയേ ഉള്ളൂ. ഇനി 4:14 മുതൽ 4:14 മുതൽ 6:25 വരെ, 4:14 മുതൽ 6:25 വരെ മിഥുന ലഗ്നം ആയിരിക്കും. ല എന്ന അക്ഷരം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ 12 ഗുളികനായി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 6:17 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. 6:17 സൂര്യൻ അസ്തമിക്കും. സൂര്യാസ്തമയം എന്ന് 6:17 6:17 ശേഷം ഗുളികന്റെ പൊസിഷൻ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4:14 മുതൽ 6:17 വരെ ജനിക്കുന്ന കുട്ടികൾ അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. മിഥുന ലഗ്നം ബാക്കിയുണ്ടെങ്കിലും 6:17 ശേഷം ഗുളികന്റെ പൊസിഷൻ മാറും. അത് കാരണം 6:17 വരെ ഉള്ള കുട്ടികളുടെ ഗ്രഹനില ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം സൺസെറ്റിന് ശേഷമുള്ള ഗ്രഹനില ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇന്നുള്ള രക്ഷിതാക്കളെല്ലാം ശ്രദ്ധിച്ചോളൂ. അച്ഛനും അമ്മയും, ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും, ഇതിപ്പം ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഇത് ഉപകാരപ്പെടും. ഇത് എടുത്തു വെച്ചോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് 6:49 AM മുതൽ 6:17 PM വരെയുള്ള ഓരോ ലഗ്നങ്ങളെയാണ് നമ്മൾ ഇന്ന് എഴുതി വച്ചിരിക്കുന്നത്. വൈകുന്നേരം സൺസെറ്റിന് ശേഷമുള്ള ഗ്രഹനില വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.